അമ്പലപ്പുഴയിലേക്ക് പോകുമ്പോൾ അവിടെ വോട്ടെടുപ്പിന് ശേഷവും വലിയ വിവാദങ്ങൾ കനക്കുകയാണ്. സ്വത്ത് വിവാദമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി ജി സുധാകരന്റെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് കുമാർ. സുധാകരന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ മാറ്റിയത് നാമനിർദ്ദേശ പത്രികയിൽ കൃത്രിമം കാണിക്കാനാണെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. കണക്കുകൾ സുതാര്യമാണെന്നും H. സലാമിന്റെയും സജി ചെറിയാന്റെയും സ്വത്ത് വിവരങ്ങൾ കൂടി ഡിവൈഎഫ്ഐ അന്വേഷിക്കണമെന്നുമാണ് ജി സുധാകരന്റെ പ്രതികരണം. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ജി സുധാകരനും നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഴുവൻ സ്വത്തുക്കളും വെളിപ്പെടുത്തണമെന്നുള്ള ഒരു വെല്ലുവിളി കൂടി ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ ജി സുധാകരന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസയും അതുപോലെ മറ്റ് സ്വത്തുവകകളും ഒക്കെ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും അല്ലെങ്കിൽ സ്വത്ത് വിവരങ്ങളൊന്നുമില്ല എന്ന് മറച്ചു വെക്കാനെന്നുമാണെന്ന് കാണിച്ചാണ് S. സുരേഷ് കുമാർ ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി നൽകുന്നത്. ഈ പരാതിയിൽ പിന്നീട് ഇന്നലെയാണ് ജി സുധാകരൻ ഒരു മറുപടി നൽകുന്നത്. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. 10 മണിക്കിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഏകദേശം 15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. എന്താണ് അതിന് കാരണമെന്ന് വ്യക്തമല്ല. ഏതായാലും അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, എൻ്റെ MLA പെൻഷനും 10 വർഷം മന്ത്രിയായ ശമ്പളവുമാണ് ചെലവ് കഴിച്ചുള്ള സമ്പാദ്യം. എൻ്റെ ഭാര്യയ്ക്ക് 31 വർഷം കോളേജ് അധ്യാപിക എന്ന നിലയ്ക്ക് സർവീസിൽ UGC ശമ്പളവും പെൻഷനും ഒപ്പം അവർക്ക് ലഭിച്ച ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയാണ് തൻ്റെ സമ്പാദ്യം. ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ മകൻ്റെ പേരിൽ നിക്ഷേപിക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്യുന്നത് മൗലിക അവകാശമാണ്, സ്വകാര്യ ഭരണഘടനയിലെ മൗലിക അവകാശമാണ് എന്നുകൂടി അറിയിക്കട്ടെ. ഏക മകൻ 19 വർഷമായി പ്രവാസിയാണ്. അതിലുള്ള സമ്പാദ്യം മകനും ഭാര്യയ്ക്കുമുണ്ട്. ഈ ഒരു മറുപടിയാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ സുരേഷ് കുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, താങ്കൾക്കെതിരെ ഞാൻ നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളോട് വളച്ചുകെട്ടില്ലാതെ നേരെ ഉത്തരം പറയാനുണ്ടോ എന്നാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. താങ്കൾ തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുൻപ് 50 ലക്ഷം ഭാര്യയുടെ പേരിൽ നിന്ന് മാറ്റിയത് നോമിനേഷൻ പണം കുറച്ചു കാണിക്കാനായിരുന്നില്ലേ എന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, സ്വത്തുക്കൾ സുതാര്യമാണെങ്കിൽ താങ്കളുടെയും ഭാര്യയുടെയും മകന്റെയും മരുമകളുടെയും NRI ഉൾപ്പെടെയുള്ള മുഴുവൻ ബാങ്ക് രേഖകളും വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നാണ് സുരേഷ് കുമാർ ഏതായാലും അദ്ദേഹത്തോട് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ഈ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ജില്ലയിൽ ആകെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജിൽസി, ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.